എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. ലോകം തരുന്നത് പോലെയല്ല ഞാൻ നിങ്ങൾക്ക് തരുന്നത്. നിങ്ങളുടെ ഹൃദയം കലങ്ങരുത്, ഭ്രമിക്കുകയും അരുത്. ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം ശ്രദ്ധിക്കുന്ന പ്രിയപ്പെട്ടവരെ, ഈ ലോകത്തിൽ എപ്പോഴും ഒരുപോലെയല്ല കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നത്. ചില സമയങ്ങളിൽ നാം വലിയ സന്തോഷം അനുഭവിക്കും. എന്നാൽ ചില സമയങ്ങളിൽ നാം ചില ദുഃഖങ്ങളിലൂടെ, വേദനകളിലൂടെ കടന്നു പോകും. ഇവിടെ ഈ ഭൂമിയിൽ നമ്മുടെ മനസ്സ് ഇടയ്ക്കൊക്കെ കലങ്ങുന്നുണ്ട്, ഭയപ്പെടുന്നുണ്ട്, ക്ഷീണിക്കുന്നുണ്ട്. എന്നാൽ താൽക്കാലികമായ ചില സമാധാനത്തിൻ്റെ അനുഭവങ്ങൾ ഈ ലോകം നമുക്ക് തരുന്നുണ്ട്. എന്നാൽ ഇന്ന് പകൽ യേശു നമ്മോട് പറയുന്നു, എൻ്റെ സമാധാനം ഞാൻ നിങ്ങൾക്ക് തരുന്നു. അത് ലോകം തരുന്നത് പോലെയല്ല. പ്രിയപ്പെട്ടവരെ, എന്താണ് യേശു ക്രിസ്തു നമുക്ക് നൽകിയ സമാധാനം? യേശു കർത്താവിൻ്റെ കൂടെ നടക്കുന്ന ശിഷ്യന്മാരുടെ ഹൃദയം കലങ്ങിപ്പോകുന്നു എന്ന് അറിഞ്ഞ് അടുത്ത നിമിഷങ്ങളിൽ സാഹചര്യങ്ങൾ പ്രതികൂലമാകുമ്പോൾ അവർ മനസ്സിടറാൻ സാധ്യതയുള്ളതുകൊണ്ട് യേശു അവർക്ക് നൽകിയ ഒരു സമാധാനമുണ്ട്. യേശു അവരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുവിൻ, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്. ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോവുകയാണ്. പ്രിയപ്പെട്ടവരെ, വീടില്ലാത്തവർക്ക് ഒരു വീട് ലഭിച്ചാൽ അതൊരു സമാധാനമാണ്. രോഗത്താൽ ഭാരപ്പെടുന്ന ഒരാൾക്ക് സൗഖ്യം ലഭിച്ചാൽ അതൊരു സമാധാനമാണ്. ദാരിദ്ര്യത്തിലൂടെ കടന്നു പോകുന്ന ഒരാൾക്ക് സമ്പത്ത് ലഭിച്ചാൽ അതൊരു സമാധാനമാണ്. യേശു കർത്താവ് തന്നെ അനുഗമിച്ച ശിഷ്യന്മാരോട് പറയുകയാണ്, നിങ്ങളുടെ ഹൃദയം കലങ്ങിപ്പോകരുത്, നിങ്ങൾ എന്നെ വിശ്വസിക്കുവിൻ. ഈ ഭൂമിയിൽ നാം ജീവിക്കുന്ന കാലത്തൊക്കെയും നമ്മുടെ ഹൃദയം കലങ്ങിപ്പോകാൻ സാധ്യതയുണ്ടെന്നറിഞ്ഞ യേശു ഇന്ന് പകൽ ശിഷ്യന്മാരോട് പറഞ്ഞതുപോലെ നമ്മോടും പറയുകയാണ്, ഞാൻ നിങ്ങൾക്ക് സ്ഥലമൊരുക്കാൻ പോകുന്നു. ഞാൻ സ്ഥലമൊരുക്കി വേഗത്തിൽ നിങ്ങളുടെ അടുക്കൽ വന്ന നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ഞാനിപ്പോൾ പോകുന്നത് പോലെ ഞാൻ മടങ്ങി വരും. ഞാൻ മടങ്ങി വന്നിട്ട് നിങ്ങളെ എൻ്റെ അടുക്കൽ ഞാൻ ഇരുത്തും. ഞാൻ ഇരിക്കുന്ന ഇടത്ത് നിങ്ങളെ ഞാൻ ഇരുത്തും. പ്രിയപ്പെട്ടവരെ, യേശു നൽകുന്ന സമാധാനം അത് മരണത്തെ ജയിച്ച സമാധാനമാണ്. യേശു നൽകുന്ന സമാധാനം ഈ ഭൂമിയിലെ താൽക്കാലികമായ ഒരു സംതൃപ്തിയല്ല. യേശു തൻ്റെ ശിഷ്യന്മാരോട് പറഞ്ഞു, നിങ്ങൾ എന്നെ വിശ്വസിക്കുക, ഞാൻ നിങ്ങൾക്കൊരു സ്ഥലം ഒരുക്കാൻ പോവുകയാണ്. അത് നിങ്ങൾക്ക് വേണ്ടി ഞാൻ പണിയുന്ന ഒരു കെട്ടിടമാണ്. ദൈവം ശില്പിയായി നിർമ്മിച്ച ഒരു നഗരം. ആ വീട് ഒരിക്കലും ഒലിച്ചു പോകത്തില്ല. ആ വീടിൻ്റെ അടിസ്ഥാനം ഒരിക്കലും ഇളകുകയില്ല. ഇന്ന് പകൽ ചില നഷ്ടങ്ങൾ ജീവിതത്തിൽ സംഭവിച്ച നിമിത്തം വേദനകളോടെ ഭാരപ്പെടുന്നവർക്ക് യേശു നൽകുന്ന സമാധാനം, ഞാൻ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്ഥലം ഒരുക്കിയിട്ടുണ്ട്. എന്നെ വിശ്വസിക്കുന്നവരെ, എന്നെ കാത്തിരിക്കുന്നവരെ ചേർക്കുവാൻ ഞാൻ വേഗത്തിൽ മടങ്ങി വരും. നിങ്ങളെ എൻ്റെ അടുക്കൽ ചേർത്തുകൊള്ളും. ആ വീട്ടിൽ നിങ്ങൾക്കൊരു നാളും ദുഃഖമുണ്ടാകുകയില്ല, നിങ്ങൾക്ക് കണ്ണുനീരുണ്ടാകുകയില്ല, അവിടെ മരണം ഉണ്ടാകുകയില്ല. നിത്യ യുഗായുഗങ്ങൾ നമ്മെ സ്നേഹിച്ച യേശുവിനോട് കൂടെ നാം വാഴും.
അവനോട് കൂടെ നാം എപ്പോഴും ആയിരിക്കും. നമ്മുടെ സന്തോഷം ആർക്കും എടുത്തു കളയുവാൻ അവിടെ കഴിയുകയില്ല. അങ്ങനെ ഒരു സമയം ഇതാ മുൻപിൽ വരാൻ പോകുന്നു. ഇത് യേശുവിൻ്റെ സമാധാനം. വചനത്തെ വിശ്വസിച്ച് സമാധാനം അനുഭവിക്കാം. ദൈവം നമ്മെ ഓരോരുത്തരും ഈ പകൽ അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.